ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, നമ്മൾ പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് റിയൽമിയുടെ ഫോണാണ്. റിയൽമി നാർസോ 70 Pro 5G ഫോണാണിത്. അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ സെയിൽ വന്ന സമയത്ത് ഫോൺസിനൊക്കെ നല്ല വില കുറഞ്ഞ സമയത്ത് നമ്മൾ വാങ്ങണമെന്നും കരുതി കുറേ നാളായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ആ ഒരു സെയിലൂടെ വന്നപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പം ഈ ഒരു ഫോണാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ റിവ്യൂ പറയാനായിട്ട് നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഉപയോഗിച്ച് നോക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അതിന് ശേഷം ഞാൻ വേണേൽ ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നിത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇതാണ്. ഇതിൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ഫോണിലെല്ലാം നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവർ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് തന്നെയാണ് അതും. പിന്നെ നമ്മുടെ ഈ സിം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിന്നും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് ഫസ്റ്റിലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ ഈ ഡെലിവർ ആവുന്ന സമയത്ത് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കണമായിരുന്നു ബോക്സ്. അപ്പം അതുകൊണ്ട് ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവരത് ഓപ്പൺ ചെയ്ത് നമുക്ക് തരുമായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഒരു ക്വിക്ക് ഗൈഡ് റിയൽമിയുടെ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് കവർ വന്നിട്ട് ഇതാണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതാണ്. നല്ല കട്ടിയുള്ള കവറാണ്, ക്വാളിറ്റിയൊക്കെ നല്ല കവറാണ്. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിൻ്റെ കളറൊക്കെ മാറും, ഒരു യെല്ലോ കളർ ബ്രൗൺ കളറിലേക്കൊക്കെ അങ്ങ് മാറും. അതാണൊരു പ്രശ്നം ഇങ്ങനത്തെ കവറിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. വന്നു കഴിഞ്ഞാലും ഞാൻ ഈ ഫോൺ മേടിക്കുന്ന സമയത്ത് തന്നെ കവർ അങ്ങ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഫോൺ നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി നാർസോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. ഹൊറിസൺ ഗ്ലാസ് ആണ്. ഇത് ഗ്രീനാണ് കേട്ടോ, ഗ്രീനും പിന്നെ ഗോൾഡും ആണ്. 2 കളറിലാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീനാണ്. വെയിറ്റ് ഒന്നും അധികം ഇല്ല. റിയൽമിയുടെ ഫോൺസ് യൂസ് ചെയ്തവർക്ക് അറിയാം, അധികം വെയിറ്റോ കാര്യങ്ങളില്ല. ഇതും വെയിറ്റൊന്നും ഇല്ലാത്ത ഇതായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഓണാക്കിയൊക്കെ നോക്കാം. ക്യാമറയൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാതെ. അതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ സ്നാപ്ചാറ്റൊക്കെ. അതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് കളയാം, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് കിടന്നോട്ടെ. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ഇത്രയും ആപ്പാണ് നമ്മൾക്ക് വരുമ്പോൾ തന്നെ. പക്ഷേ പണ്ടത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നല്ലോണം അവർ കുറേ ആപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കുറച്ചുകൂടെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത ആപ്പുകൾ ഇച്ചിരികൂടെയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ, നമ്മളൊന്ന് എടുത്ത് നോക്കിയതാണ്. സൂം ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ റൂമിനകത്തൊക്കെ ആണെങ്കിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴായിരിക്കുമല്ലോ കുറച്ചുകൂടെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക. ഇപ്പോൾ റൂമിൻ്റെ അകത്തായതുകൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്.
അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. മോർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൽ ടെക്സ്റ്റ് സ്കാനർ, ഗ്രൂപ്പ് പോർട്രേറ്റ്, അങ്ങനത്തെ കുറേ ഉണ്ട്. ഡ്യുവൽ വ്യൂ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ. പിന്നെ കോണ്ടാക്ട്സിൻ്റെ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഇനി നമ്മൾ ഇതിലേക്കിനി മാറ്റണം, പഴയ ഫോണിൽ നിന്നെല്ലാം മാറ്റണം. ഗൂഗിളിൻ്റെ തന്നെയാണ് കോണ്ടാക്ട്സ് ഒക്കെ ഇതിൽ ഓൾറെഡി കിടക്കുന്നത്. ഡിഫോൾട്ടായിട്ടുള്ളത് ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 22,000 എന്തോ ആയിരുന്നു. പക്ഷെ നമ്മൾ സെയിലാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് കിട്ടിയത് 18,648 ആ ഒരു പ്രൈസിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ 256 GB ഉണ്ട് സ്റ്റോറേജ് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തൊരു ഫോണാണ്. എനിക്ക് ഇതിൻ്റെ ക്യാമറ ഇതൊക്കെ ഡിസൈനൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിരുന്നതാണ്. ഇത് നമ്മൾ എടുത്തതിൻ്റെ കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ റിയൽമി 13 ഇറങ്ങിയത്, 13 Pro. പിന്നെ എല്ലാത്തിലും വരുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജറും കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ കൂടാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബാക്ക് കവർ ഇതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഞാനും കാണിക്കാം. അപ്പം ഇത് നമ്മുടെ സാധാ ബാക്ക് കവറാണ്. ഇത് നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു. ഇതൊരു ലൈറ്റ് ബ്ലൂ കളർ വന്നിട്ട് ഞാൻ ആ ഒരു ഫോണിന് ഇടുമ്പോൾ ഒരു മാച്ചൂടെ വരുന്ന രീതിയിലാണ് ഞാനിത് മേടിച്ചത്. ഫോൺ ഗ്രീൻ കളറാണെങ്കിൽ പോലും അതിൻ്റെ സൈഡൊക്കെ നമുക്കൊരു ബ്ലൂ കളർ പോലാണല്ലോ തോന്നുന്നത്. ബ്ലൂ കളറാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു പ്രിൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു പാൻറ്റയുടെ പടമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാനങ്ങ് മേടിച്ചു. ഇതിന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ 150 അത്രയും കണ്ടുള്ളായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഈ വോളിയം ബട്ടൺ അല്ലെങ്കിൽ പവർ ബട്ടണിൻ്റെ അവിടെയൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നതാണ്. ഞാൻ അങ്ങനത്തെ കവറാണ് സാധാരണ നോക്കുന്നത് കൂടുതലും. അപ്പോൾ ഇതായിരുന്നു കവറ്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.